ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ലഞ്ച് വീഡിയോ ആണ് കേട്ടോ. ലഞ്ചിൻ്റെ ടൈമിൽ എടുക്കുന്നൊരു വീഡിയോ ആണ്. അപ്പം ബാക്കിൽ ക്ലോക്കിൽ നിങ്ങൾക്ക് ടൈം കാണുന്നുണ്ട്, പക്ഷേ ക്ലോക്കിന് ബാറ്ററി പോയിരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് അതിൽ 7:10 മറ്റുണ്ട് അത്ര കേട്ടോ. അപ്പോൾ അതാരും ശ്രദ്ധിക്കണ്ട. അപ്പോൾ ലഞ്ച് എന്ന് പറയുമ്പം എല്ലാവരും മനസ്സിൽ ചോറ് കറിയൊക്കെ വരുമല്ലോ. പക്ഷേ ഇന്ന് എൻ്റെ ലഞ്ച് എന്ന് പറയുന്നത് നല്ല ദോശയും മുട്ട മസാലയാണ് കേട്ടോ ഗൈസ്. ഇന്നലെ വരെ ചോറിനാണ് കഴിച്ചത്. അപ്പം ഫ്രിഡ്ജിൽ അരച്ച് വെച്ച ദോശൻ്റെ മാവ് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കൻ വാങ്ങിച്ചിട്ട് രാത്രി എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ തൽക്കാലം ഇന്നത്തേക്ക് ഉച്ചക്കേക്ക് ഇത് പോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മുട്ട മസാല പ്രിപ്പറേഷനിലാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് എന്ന് പറയുന്നത്. ഓക്കെ, വ്ളോഗായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചതൊന്നല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇരുന്നപ്പം ആദ്യം ഫോൺ നോക്കണോ എന്തെങ്കിലും വീഡിയോസ് നോക്കി പണി ചെയ്യാൻ വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വീഡിയോ ഓണാക്കി എന്തെങ്കിലും വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ എടുക്കാണ് കേട്ടോ. ഇനി ഇൻഷാല്ലാ നെക്സ്റ്റ് വ്ളോഗിന് ചെറിയ ഹോസ്പിറ്റൽ ഡേ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പറ്റുമോയെന്ന് അറിയില്ല. ഇൻഷാല്ലാ ഒരു ഹോസ്പിറ്റൽ ഡേ ആയിരിക്കും നെക്സ്റ്റ് എൻ്റെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഉള്ളി കട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നേരാണ് ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ ഒരു ചിന്ത വന്നത്. പിന്നെ പറഞ്ഞില്ല, ദോശൻ്റെ അരി ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് അതൊന്ന് ചുടേ വേണ്ടു. അപ്പോൾ അതൊന്നും കാണിക്കൂല കേട്ടോ. ഈ മസാലയൊക്കെ ആക്കി നമുക്ക് ഫുഡ് കഴിക്കുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ച് പോകുന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളി റെഡിയായി, തക്കാളി റെഡിയായി, പച്ചമുളക് റെഡിയായി, പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഇവിടെ അടുപ്പിൽ വെച്ചിട്ടുള്ള ഈ ഒരു പാനിലാണ് മസാല ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ ഷെൻസമ്മ 3 കഴിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ മസാല ആദ്യം ആക്കും, എന്നിട്ട് നമ്മളെ പത്തിലൂടുന്ന ഓടില്ലേ, അപ്പം അതിലിട്ടിട്ട് പരത്തിയിട്ടാണ് ഞാൻ അതിൻ്റെ മുകളിലേക്ക് മുട്ട പൊട്ടിച്ചിടും. അപ്പോൾ എന്താവും, എന്താ പറയുക, കുറച്ച് ക്വാണ്ടിറ്റി കൂടിയ പോലെയൊന്നുമല്ല, കുറച്ച് വലുപ്പത്തിൽ ഒന്ന് പരത്തിയിട്ട് എടുക്കാൻ പറ്റും. ഈ പാനിലാണ് ഇടുന്നതെങ്കിൽ കുറച്ച് കട്ടി ഉണ്ടാവുന്നല്ലാണ്ട് അത്ര വലിപ്പം കിട്ടില്ല നമുക്ക്. അപ്പോൾ പെട്ടെന്ന് തീർന്നു പോകും. അപ്പോൾ ബോട്ടിൽ വെച്ചിട്ട് കുറച്ച് വലിപ്പത്തിലാക്കിയിട്ട് മുട്ട പുറന്ന് വയ്ക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അളവ് കൂടുതലായിട്ട് കിട്ടും. മസാല ഒന്നും കൂടാൻ പോകുന്നില്ല, പക്ഷേ നമ്മളങ്ങനെ വലിപ്പത്തിൽ പരത്തുന്നത് കാരണം എന്താണ് കുറച്ചധികം ഉള്ള പോലെ ഫീൽ ചെയ്യും. നല്ല വൃത്തി മനത്തിൽ കഴിക്കുകയും ചെയ്യുക. അപ്പം നമ്മൾ എന്താണ് മസാല ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ എണ്ണ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫില്ല് ചെയ്തിട്ട് തരാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്, പക്ഷെ അതിപ്പം ചെയ്യാൻ പറ്റുമോ അല്ല, ഇപ്പം ചെയ്യണോ ഡെലിവറിക്ക് ശേഷം ചെയ്യണമെന്നുള്ളൊരു ചിന്തയിലാണ് ഞാനുള്ളത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഹൗസ് വാമിങ്ങുമായിട്ട് കുടിയിരിക്കലായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോസ്, കാരണം ഞാനിങ്ങനെ പലയിടത്തും പുതിയ പരയിലേക്ക് പോകും. അതായത് ഒന്നാമത് പ്രഗ്നൻ്റായി ഈ ടൈമിൽ പലയിടത്ത് പോകുന്നുണ്ട്. കുറേ പേർക്ക് എന്താണ് ഒരു ചോദ്യം എല്ലാവരും ചോദിച്ചിട്ടൊന്നുമില്ലെങ്കിലും കുറേ ആൾക്കാരുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാവും, ഈ പ്രഗ്നൻസി ടൈമിൽ ഓള് ഇപ്പോൾ ഒരിടത്ത് പോയിട്ട് എന്ത് ചെയ്യും എന്നൊക്കെ കുറേ ഡൗട്ടും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിട്ട്. അപ്പോൾ എന്താണെന്ന് ഇങ്ങനെ ഫുള്ള് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ചെയ്യാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു കുറേ പേർക്ക്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം പറയുന്നൊരു വീഡിയോ ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിപ്പം തന്നെ ചെയ്യണോ ഡെലിവറി കഴിഞ്ഞിട്ട് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷേ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെൻസുവിൻ്റെ സ്കൂളായി, കുഞ്ഞായി, പുരയിൽ പണിയായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെയ്യാൻ സമയം ഉണ്ടാവുമെന്നും അറിയില്ല. ഇപ്പം ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പ്രഗ്നൻസിയിലെ കുറേ കാര്യങ്ങൾ നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അതെന്തായാലും ഇൻഷാല്ലാ ഡെലിവറി കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ ചെയ്യും കേട്ടോ. പക്ഷേ ഈ ഒരു വീഡിയോ എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെന്ന് പറയണമെന്നുണ്ട്. അപ്പം ചിലപ്പം ചെയ്യുമായിരിക്കും, ചിലപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് നോക്കാം. അപ്പം ഇൻഷാല്ലാ എപ്പോഴെങ്കിലും അത് ചെയ്യണം, അത് പറയണം ഒരു മൂഡ് വരികയാണെങ്കിൽ ഇൻഷാല്ലാ ഒരു വീഡിയോ ആണ് എന്തായാലും ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഞാനിപ്പോൾ ഈ പറയുന്നത് വരെ ഈ വീഡിയോ ആർക്കൊക്കെ കാണുമെന്ന് എനിക്കറിയില്ല. കാരണം ഈ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എനിക്കറിയില്ലല്ലോ ഗൈസ്, ഞാൻ ഈ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നമ്മളെ ബാക്കി പണിയിലേക്ക് പോട്ടാ. അപ്പോൾ എൻ്റെ ഷെൻസ് അപ്പുറത്ത് നിന്ന് TV കാർട്ടൂൺ കാണുന്നതുകൊണ്ടാണ് ഞാൻ ഇത് ഓവർ വോയിസ് ചെയ്യുന്നത് കേട്ടോ. എല്ലാം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായത്. പിന്നെ അപ്പുറത്തെ കാർട്ടൂണും ഞാൻ കിച്ചണിൽ ഫാൻ ഇട്ടിട്ട് പണിയെടുക്കുന്നതുകൊണ്ടും കുറച്ച് സൗണ്ട് കുറവുണ്ട്. അതെല്ലാം കൊണ്ടാണ് ഓവർ വോയിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പാനിലേക്ക് നമ്മളിതാ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാൻ ശേഷം നമ്മൾ ഉള്ളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ പച്ചമുളക് കീറിയിടുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം മറന്നുപോയി, കടുക് ഇടാൻ മറന്നു കേട്ടോ. കടുക് എന്തായാലും ഇടാം. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിൻ്റെ സൈഡിലൊന്നിട്ട് പൊട്ടിക്കാൻ പറ്റുമോ നോക്കാം കടുക് കേട്ടോ. അപ്പം നമുക്ക് ലേശം കടുക് ഇട്ട് നോക്കാം.
ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടോ നോക്കാം, സക്സസ് ആവോ ഇല്ലയോ നോക്കി നോക്കാം. ഓക്കെ, അപ്പം ഞാനിതാ കടു ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കി നോക്കാമല്ലോ പൊട്ടോ ഇല്ലയോ ഗൈസ്. അപ്പോൾ എന്താക്കാം നമുക്ക്, അപ്പോൾ ആ ഒരു സൈഡിൽ എണ്ണ അങ്ങനെ ഇല്ല, നമുക്ക് എന്താക്കാം അതിൻ്റെ മേലെ കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു ഭാഗം മാത്രം തേക്ക് കാട്ടിയിട്ട് നോക്കി നോക്കാം പൊട്ടോ ഇല്ലയോ എന്ന് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് എന്താക്കാം നമ്മുടെ പാൻ കുറച്ചിങ്ങോട്ട് പിടിക്കാം. കടുകിന് മാത്രം തീ കൊള്ളുന്ന രീതിയിൽ പിടിക്കുന്നുണ്ട്. തീ ഫ്ലെയിം കൂട്ടിയിട്ടുണ്ട് കേട്ടോ, ആ ഭാഗത്ത് മാത്രം ഒന്ന് കൊള്ളാൻ വേണ്ടിയിട്ട്. നമുക്ക് പൊട്ടോ ഇല്ലയോ നോക്കി വെക്കാം. അങ്ങനെ എന്ത് പറയുന്നു, പൊട്ടോ ഇല്ലയോ? യെസ് ഗൈസ്, അങ്ങനെ ഉള്ളി ഇട്ടതിന് ശേഷം കടു പൊട്ടിക്കുന്ന ആ ഒരു ഇതിൽ ഞാനിതാ വിജയിച്ചിരിക്കുന്നു ഗൈസ്. പൊട്ടി തീർക്കുന്നത് ഇപ്പോൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരു കടു പൊട്ടിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക, സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കടുക് പൊട്ടിക്കൽ, ഉള്ളി ഇട്ടതിന് ശേഷം കടുക് പൊട്ടിക്കൽ സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഉള്ളി വാട്ടാം. ആദ്യം ഓർമ്മയിലാണ് ഞാൻ പണ്ട് ചെയ്യുന്ന പോലെ ഉള്ളി മാത്രം ഇട്ടു. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യില്ല കേട്ടോ, ഞാൻ ഉള്ളി തക്കാളി എല്ലാം ഒന്നിച്ച് തന്നെയാണ് ഇടല്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും ഇതിലേക്ക് എന്താണ് പെട്ടെന്ന് തന്നെ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലെന്ന് വെച്ചാൽ മസാലപ്പൊടികളെന്ന് വെച്ചാൽ മഞ്ഞൾ, ഉപ്പ്, കുരുമുളക്, ഗരം മസാല വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. എനിക്ക് തന്നെ ചില സമയത്ത് ഡൗട്ടാവട്ടെ, ഞാൻ ഗരം മസാല ചേർക്കലുണ്ടോ ചേർക്കലില്ലേന്ന് ചില ടൈമിൽ കൺഫ്യൂഷൻ ആവലുണ്ട്. ശരി, ഞാൻ ഗരം മസാല ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ മുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കളർ വേണമെങ്കിൽ ചേർക്കാം, ഞാൻ മുളക് പൊടി ചേർക്കലില്ല കേട്ടോ. ഓക്കെ, അല്ലാതെ തന്നെയുള്ള ഫ്ലേവറാണ് എനിക്ക് ഈ ഒരു മസാലയിൽ ഇഷ്ടം. ഓക്കെ, അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ തക്കാളി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഉള്ളി വഴന്ന് വരുന്നവരെ കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല ഗൈസ്. അപ്പോൾ എല്ലാം ഒന്നിച്ചിട്ടാൽ എല്ലാം ഒന്നിച്ചാവുമല്ലോ. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഒരു വിചാരമുണ്ട്, വിചാരം എന്നല്ല എല്ലാവർക്കും ഉള്ളൊരു ധാരണയാണ്, നമ്മളെന്താക്കും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് അവിടെ വെക്കും വേവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുന്നതും നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഇളക്കി ചെയ്യുന്നതും രണ്ടും കണക്ക് തന്നെയാണ് കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാവും. പക്ഷെ നമ്മൾ കാര്യം കുറച്ച് സ്പീഡാക്കണം എന്നേ ഇല്ലൂ, പെട്ടെന്ന് ഇളക്കണം എന്നേ ഇല്ലൂ കേട്ടോ. അപ്പോൾ രണ്ടും ഒരു കണക്കിന് നോക്കിയാൽ ഒരേ സംഭവം തന്നെയാണ് ലാസ്റ്റ് നടക്കുന്നത്. പക്ഷെ ഒന്ന് കുറച്ച് ലേറ്റായിട്ട് കിട്ടും, ഒന്ന് കുറച്ച് വേഗം കിട്ടുമെന്ന് മാത്രം. ഇനിയിപ്പോൾ ഞാനായാലും അങ്ങനെ തന്നെയാണ്, ചില സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ നോക്കും, ചില സമയത്തൊന്ന് ഇരിക്കണമെന്ന് തോന്നിയാൽ ഇതുപോലെ ഒന്ന് തീ കുറച്ച് അടച്ച് വെച്ചിട്ട് കസാലയിൽ പോയിട്ട് ഇരിക്കും കേട്ടോ. പിന്നെ ഹൈ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇളക്കി ആക്കുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും. നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാനിതാ ഈ പറഞ്ഞതുപോലെ തന്നെ അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ സിങ്കിൽ, അതായത് വാഷ് ബേസിൽ കുറച്ച് 2-3 പാത്രം കേട്ടോ കഴുകാൻ ബാക്കി ഉണ്ടായിട്ടുണ്ടായിന്. അപ്പം അത് ഏതായാലും കഴുകാമെന്ന് വിചാരിച്ചു, അതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഞാൻ തീ കുറച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതൊന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ.
അങ്ങനെ നമ്മൾ മസാലയ്ക്ക് ഇത് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നമ്മൾ പത്തിലോടൊന്ന് ഓട് ഇവിടെ ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായിട്ടുണ്ട് കേട്ടോ, ഓട് ചൂടായിട്ടുണ്ട്. അപ്പം ഓടിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് എല്ലായിടത്തും ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഓടിൻ്റെ രണ്ട് സൈഡും പിടിച്ച് ഒന്ന് എല്ലായിടത്തും ഇതാക്കിക്കോളും. കാരണം ഓടായതുകൊണ്ട് വക്ക് സൈഡ് കുറവായതുകൊണ്ട് ചിലപ്പം എണ്ണ പുറത്തേക്ക് ആവേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ ബ്രഷ് കൊണ്ട് സ്പ്രെഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷമാണ് മസാല ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കാരണം മുട്ടയൊക്കെ ഒഴിക്കുന്നത് വരെ മസാല കത്തിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഫ്ലെയിം കുറച്ച് വെച്ചാലും മതി. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ മസാല ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതുപോലെ നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് ഒന്ന് വലുപ്പത്തിലാക്കി കൊടുക്കാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മസാലേൻ്റെ അളവ് കൂടിയൊന്നുമില്ലെങ്കിലും നമുക്കിങ്ങനെ ചെയ്യുന്നതിലൂടെ കുറച്ച് വലുപ്പം കൂട്ടി കിട്ടും, നമുക്ക് കഴിക്കാനും കുറച്ച് അധികം ഉള്ളതുപോലെ തോന്നും കേട്ടോ. അപ്പോൾ ഈ മുട്ട ഞാനിതിങ്ങനെ കലക്കിയിട്ടുണ്ട് കേട്ടോ. കലക്കാണ്ട് നമുക്ക് നമ്മൾ പാനിൽ സൈഡിലെ പാനിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ, അതായത് മൂടി വെക്കുന്ന രീതിയിലുള്ള പാനിൽ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് മുട്ട അങ്ങനെ പൊട്ടിച്ചവിടെ അപ്പം ആ ഒരു കാണാനും നല്ലൊരു രസം ഉണ്ടാവും കേട്ടോ. മുട്ടൻ്റെ കാമ്പ് മാത്രം ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ടാവും. ഇപ്പം 3 മുട്ടയൊക്കെ ഇടുകയാണെങ്കിൽ ഒരു കാമ്പും അതിൻ്റെ സൈഡിൽ അതിൻ്റെ വൈറ്റും ഇങ്ങനെ കാണാൻ നല്ല രസമാണ് കേട്ടോ. കുറച്ച് സ്റ്റൈലായിട്ട് ഉണ്ടാവും. പക്ഷേ ഇതിപ്പം ഓടായതുകൊണ്ട് ഓടിപ്പോൾ പൊത്താനൊന്നും പറ്റില്ലല്ലോ ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കലക്കിയിട്ട് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മൂടി വെക്കുന്ന പാൻ നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റിയാണ് വേണ്ടെങ്കിൽ മുട്ട അങ്ങനെ തന്നെ പോർന്നിട്ടാൽ മതി കേട്ടോ. അപ്പം കാണാൻ നല്ല രസവും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മൂടി വെക്കാനുള്ളൊരു സൗകര്യം നമ്മുടെ ഓടിനില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കലക്കിയിട്ടാണ് ഒഴിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ എല്ലാ സൈഡിലേക്കും മസാലേൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ മുട്ട സ്പ്രെഡാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോഴും തീ ഓണാക്കിയിട്ടില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കിയതിന് ശേഷം ഞാൻ തീ ഓണാക്കും. പിന്നെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. നമ്മളിപ്പോൾ മറ്റേച്ചാൽ മുട്ട അങ്ങനെ തന്നെ പൊട്ടിച്ചിടുന്നതാണെങ്കിൽ, അതായത് കലക്കാണ്ട് ഇടുന്നതാണെങ്കിൽ നമുക്ക് കുറച്ച് ടൈം എടുക്കും കേട്ടോ. അതിന് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഉപ്പും കുരുമുളകും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ കലക്കുന്ന സമയത്ത് തന്നെ ഉപ്പും കുരുമുളകും ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അങ്ങനെ ഇട്ടെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എൻ്റെ ഒരു അയൽവാസി നമ്മൾ കൂടിയിരിക്കുന്ന സമയത്ത് തന്നെ ഡിന്നർ സെറ്റിൽ ഉണ്ടായതാണ് കേട്ടോ. അല്ലാണ്ട് നമ്മളിത് വാങ്ങലൊന്നുമില്ല. അപ്പോൾ ഇത് കണ്ടായതുകൊണ്ട് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ അത് ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാനുണ്ടാകാനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് അടിപൊളിയാണ് സംഭവം. അങ്ങനെ മുട്ട മസാല ഇവിടെ റെഡി ആയിക്കൊണ്ടുണ്ട്. അപ്പം മുട്ടയൊക്കെ ഇട്ടതിന് ശേഷമാണ് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ലഞ്ചിന് ഏത് ടൈം എത്തുമെന്ന് പറയാൻ കഴിയില്ല. എപ്പോഴാണ് ഫ്രീ ആകുന്നത്. ചിലപ്പോൾ ഈ ഒരു നമ്മൾ പെരൻ്റെ ഇങ്ങോട്ടേക്ക് ഈ വഴി വരുന്നുണ്ടെങ്കിൽ ചിലപ്പം വരും, അല്ലെങ്കിൽ കുറേ ലേറ്റ് ആയിട്ടായിരിക്കും വരുന്നത് കേട്ടോ. അങ്ങനെയാണ് ലഞ്ച് ടൈമിൽ എത്തുന്നത്. അപ്പം ഇനി ദോശ ഇടണം കേട്ടോ. അപ്പം ദോശ ഇടുന്നതൊന്നും കാണിക്കുന്നില്ല വീഡിയോയിൽ. ഓക്കെ, അപ്പം മസാല ഇവിടെ റെഡി ആവട്ടെ. അപ്പം ഇനി ഞാൻ ദോശ ഇടാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പം നമുക്ക് കഴിക്കുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ടാറ്റാ. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ഷോർട്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെറുതെ എടുത്തതാണ് കേട്ടോ. അപ്പം അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇക്കാക്ക് ഞാനിതൊരു പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ദോശയും മുട്ട മസാലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ അപ്പോൾ ഇക്കാക്ക് പോകാൻ വേണ്ടി തിരക്കുണ്ടായതുകൊണ്ട്, ട്രിപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ എന്നപാടും പോയിട്ടാ ഫുഡ് കഴിച്ചപ്പോൾ ഒന്നിച്ച് കഴിച്ചിട്ടില്ല നമ്മൾ. അപ്പോൾ ഇക്കാക്ക് ഞാൻ ഫസ്റ്റ് വേഗം കൊടുത്ത് അങ്ങനെ കഴിച്ചിട്ട് പോയി. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് കഴിച്ചിട്ട് കാണിച്ചിട്ട് ബാക്കി അപ്പുറം പോയിട്ട് ഞാൻ സമാധാനത്തിലിരുന്ന് കഴിക്കൂട്ടാം. എനിക്ക് ഫുഡ് കഴിക്കുമ്പം അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കുമ്പോൾ ആയാലും എന്ത് ചെയ്യുമ്പോൾ ആയാലും, അതായത് കഴിക്കുന്ന കാര്യത്തിൽ എനിക്കിത് ആസ്വദിച്ച് മെല്ലെ കഴിക്കണം കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെടുന്നത് ചെമ്പിടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ തന്നെ. ടാറ്റ, ബൈ.